മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ ആവശ്യങ്ങളുമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്ലാമിക മതമൗലിക സംഘടനയായ സമസ്ത ഇസ്ലാമിക സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്കൂൾ സമയത്തിലും അവധികളിലും പരീക്ഷാ നടത്തിപ്പിലും മാറ്റങ്ങൾ വേണമെന്നാണ് സമസ്തയുടെ സമ്മേളനത്തിലെ പ്രമേയം. ജുമാ സമയത്ത് ക്ലാസ് നടത്തുന്നത് അനീതിയാണ്. പരീക്ഷകളും ജുമാ നമസ്കാരത്തിന് തടസ്സമാകാതെ നടത്തണം. പെരുന്നാൾ കാലത്ത് 3 ദിവസമെങ്കിലും അവധി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് സമസ്തയുടെ പ്രമേയങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി രമ്യ ചേരുന്നുണ്ട്. രമ്യ, എന്താണ് മറ്റു വിവരങ്ങളൊക്കെ? വിഷ്ണു, കഴിഞ്ഞ 3 ദിവസമായിട്ട് സംസ്ഥയുടെ ശതാബ്ദി മഹാസംഗമം കാസർഗോഡ് കുനിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവിധ വിഷയങ്ങൾ, വിവിധ പ്രമേയങ്ങൾ ഈ 3 ദിവസങ്ങളിലായിട്ട് സംസ്ഥ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഇന്ന് അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്, അതായത് ഇന്ന് പ്രമേയം 9ാമത്തെ പ്രമേയമായി അവതരിപ്പിച്ചതാണ്. ഈ പൊതുവിദ്യാഭ്യാസ കലണ്ടറിൽ സാമുദായിക സാഹചര്യങ്ങൾ പരിഗണിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: കേരളത്തെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന പരീക്ഷകളുടെ സമയക്രമത്തിൽ കൃത്യമായ ഏകോപനമില്ലാത്തത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് എന്ന ആമുഖത്തോടു കൂടിയാണ് ഈ പ്രമേയം പറഞ്ഞു വെക്കുന്നത്. അതായത് പലപ്പോഴും ഒന്നിലധികം പരീക്ഷകൾ വരികയോ ഒരേ സമയം വരികയോ ഉപരിപഠനത്തിലുള്ള പ്രവേശന പരീക്ഷകൾ മുടങ്ങുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കൂടാതെ തന്നെ ഇത് പരിഹരിക്കാനായി പരീക്ഷാ കലണ്ടറുകൾ തയ്യാറാക്കണമെന്ന ആവശ്യമാണ്, അതിന് സർക്കാർ തയ്യാറാവണമെന്നൊരു ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം പരിഗണിച്ച് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് തടസ്സമാക്കാത്ത രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷകൾക്കും സമയക്രമം നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. അതായത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പ്രമേയം അതായത് പലപ്പോഴും ഒന്നിലധികം പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷാ കലണ്ടർ ഏകീകരിക്കണം. അതോടൊപ്പം ഈ വെള്ളിയാഴ്ചയുള്ള ഈ ജുമാ നമസ്കാരത്തിന് തടസ്സമാക്കാത്ത രീതിയിലാവണം ഈ സമയക്രമീകരണങ്ങൾ നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ മതസ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ തന്നെ ഈ ജുമാ സമയത്ത് പരീക്ഷകൾ നിശ്ചയിക്കുന്നതും ക്ലാസുകൾ നടത്തുന്നതിനും വിശ്വാസികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ കൃത്യമായ, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൃത്യമായ ഇടവേള ഉറപ്പാക്കിക്കൊണ്ടാവണം ഈ പരീക്ഷകൾ ടൈം ടേബിൾ മുൻകൂട്ടി ഏകോപിപ്പിക്കേണ്ടതും എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ തന്നെ ഈ പെരുന്നാളിന് 3 ദിവസം അവധി സ്കൂളുകൾക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത്തരത്തിൽ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയവും നമുക്ക് മുന്നിലുണ്ട്. കാരണം മലപ്പുറം ജില്ല, അതായത് വിഭജിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജില്ലയുടെ 45 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് ജില്ലയിൽ. അതുപോലെ തന്നെ ജില്ലയുടെ വിഭജനം അനിവാര്യമാണ്. കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് വിഭവങ്ങൾ എത്തിക്കണമെങ്കിൽ ഇത്തരത്തിലൊരു വിഭജനം ആവശ്യമാണെന്നുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി പ്രമേയങ്ങളാണ് ഈ 3 ദിവസങ്ങളിലായിട്ടുള്ള ഈ സംഗമത്തിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് അവതരിപ്പിച്ച ഈ പ്രമേയമാണ് ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട്, അതായത് അവധി ദിനങ്ങൾ, അതുപോലെ തന്നെ ഈ ജുമാ നമസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ സമയക്രമം പരീക്ഷാ രീതിയിലും ക്ലാസുകളുടെ രീതിയിലും എല്ലാം ക്രമീകരിക്കണം. ഇതിന് സർക്കാരിൽ വീണ്ടും സമ്മർദ്ദ തന്ത്രങ്ങളുമായാണ് സമസ്ത രംഗത്തെത്തുകയാണ്. എന്തായാലും ശക്തമായ നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രമ്യദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്പാ സെന്ററുകളിൽ പരിശോധന. സ്റ്റാച്യുവിലെ ക്യാപിറ്റോൾ സെന്ററിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ശക്തമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കൃത്യമായ പരിശോധനകൾ